അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിൽ പല പ്രവർത്തനങ്ങളും മനുഷ്യൻ സ്വയം ചെയ്യുന്നതാണ്. എന്നാൽ മനുഷ്യൻ സ്വയം ചെയ്യാതെ സ്വാഭാവികമായും മനുഷ്യ ശരീരത്തിൽ നടത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. നാം അത് വേണ്ടെന്ന് വെച്ചാലും അത് ശരീരം ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ വേണമെന്ന് വെച്ചാൽ ശരീരം അത് ചെയ്യൂല. അങ്ങനെ കുറച്ച് പ്രവർത്തനമുണ്ട്. അത് ശരീരത്തിന്റെ ഘടനാപരമായ ഒരു സൃഷ്ടിപ്പാണ്. സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്, അത്യാവശ്യമാണ്, മാത്രമല്ല നിർബന്ധമാണ്. ആ ചില പ്രതിപ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടന്നിട്ടില്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങൾ, ശാരീരികമായ അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാം. അതിൽപ്പെട്ട ഒന്നാണ് വിശപ്പ്, മറ്റൊന്ന് ദാഹം, മലമൂത്ര വിസർജനം, തുമ്മൽ പോലുള്ള പ്രവർത്തനങ്ങൾ. വിശപ്പ് ശരീരത്തിനില്ലെങ്കിൽ ശരീരം അസുഖമുണ്ട്, ശരീരത്തിനെന്തോ അസുഖമുണ്ട്. ഒരു ദാഹം ശരീരത്തിനില്ലെങ്കിൽ പ്രശ്നമാണ്. ദാഹം ശക്തമായാലും പ്രശ്നമാണ്, വിശപ്പ് കൂടിയാലും പ്രശ്നമാണ്. മലമൂത്ര വിസർജനം ഇല്ലെങ്കിൽ പ്രശ്നമാണ്, അത് കൂടിയാലും പ്രശ്നമാണ്. പക്ഷെ അതൊന്നും സ്വന്തം ശരീരം സ്വയമായിട്ട് നമ്മൾ ആരും തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നില്ല. ശരീരത്തിൽ സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചൊരു ഘടനയാണ്. അതിൽ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ശരീരത്തിന്റെ പ്രതിപ്രവർത്തനത്തിൽ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു സംഗതിയാണ് തുമ്മുക എന്നുള്ളത്. അതും ശരീരത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു മുകളിലോട്ട് നമ്മളിങ്ങനെ വലിക്കും. അതിൽ സംഭവിച്ചേക്കാവുന്ന ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന ബാക്ടീരിയകളെ പുറന്തള്ളുക എന്ന ലളിതമായൊരു പ്രവർത്തനമാണ് തുമ്മലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിന്റെ ആദ്യത്തെ ഒരു പ്രതിരോധ പ്രവർത്തനമായിട്ടാണ് ഈ തുമ്മലിനെ നമ്മൾ കാണേണ്ടത്. ഇതൊരു റിഫ്ലക്സ് പ്രവർത്തനമാണ്, ശരീരത്തിന്റെ ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെ ഒരു പ്രവർത്തനം ശരീരം നടത്തുന്ന സമയത്ത് കുറച്ച് സമയത്ത് മനുഷ്യന്റെ ഈ ശ്വാസോച്ഛ്വാസം അത് നിലച്ചു പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നിലച്ചു പോയ ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് സുന്നത്തായിട്ടാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമയുടെ കൂട്ടത്തിലും ഈ ഒരു ചെറിയ പ്രവർത്തനം എന്ന് നമുക്ക് തോന്നുന്നു. അത് വളരെ വലിയൊരു പ്രവർത്തനമാണ്. വളരെ ശരീരം നിർവഹിക്കുന്ന, വളരെ വലിയ നമ്മുടെ ശരീരത്തിന്റെ ഘടനയെ നിലനിർത്തുന്ന, നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്ന വളരെ വലിയൊരു പ്രവർത്തനമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പ്രവർത്തനമായിട്ട് തോന്നും. ആ ഒരു ചെറിയ പ്രവർത്തനത്തിൽ പോലും വിശ്വാസികൾ പരസ്പരം പുലർത്തേണ്ട ബാധ്യതകളെ കുറിച്ചാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വൈദാ അത്വസ, ഒരാൾ തുമ്മുകയും ഫഹമിദല്ലാഹ, അവൻ അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ ഫശമ്മിതുഹു, അതിന് നീ മറുപടി കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ വതശ്മീതുൽ ആതിസി, തുമ്മിയവന് മറുപടി കൊടുക്കുക. അതിന്റെ വിശദീകരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നു, വൈദാ അത്വസർ റജുലു, ഒരു മനുഷ്യൻ തുമ്മിയാൽ വഹമിദല്ലാഹ, അവൻ അല്ലാഹുവിനെ സ്തുതിക്കണം. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചു, അത് നിങ്ങൾ കേട്ടു, വസമൈതഹു, ആ സ്തുതിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഫശമ്മിതുഹു, അതിന് മറുപടി കൊടുക്കണം. എങ്ങനെയാ മറുപടി കൊടുക്കുക? കുൽ, നീ പറയണം യർഹമുക്കുല്ലാഹ്, യർഹമുക്കുല്ലാഹ് എന്ന് പറയണം. വൈദാ കുൽത, അങ്ങനെ നീ യർഹമുക്കുല്ലാഹ് എന്ന് പറഞ്ഞാൽ യഹ്ദീകുമുല്ലാഹ് യുസ്ലിഹ് ബാലക്കും എന്ന് തുമ്മിയാൻ പറയണം എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹകദാ ജാഅൽ ഹദീഥു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അന്നഹു യഖൂലു ഫിൽ ജവാബി, അതിനു മറുപടിയായിട്ട് യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് പറയണം. അത് മനുഷ്യർ പരസ്പരം ചെയ്തിരിക്കേണ്ട ഒരു കടമയാണ്.
ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ഹക്കായിട്ടാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. ലാക്കിൻ ഹാദാ തശ്മീതുൽ ആതിസി ഇദാ ഹമിദ, ഒരാൾ തുമ്മുകയും ഹംദ് പറയുകയും ചെയ്താൽ അത് കേട്ടവന് ഇർഹമക്കുമുല്ലാഹ് എന്ന് നിർബന്ധമാണോ? അല്ലെങ്കിൽ പല ആളുകൾ കേൾക്കില്ല ഒരാൾ തുമ്മുന്ന സമയത്ത്. അപ്പോ പ്രതികരിക്കൽ ഫർള് ഐനാണോ ഒരു ഫർള് കിഫായാണോ? മുഴുവൻ ആളുകൾ അങ്ങനെ പറയണോ? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് കേട്ടവർ ആരെങ്കിലും ഒരാൾ ഇർഹമക്കുമുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. ഇർഹമക്കുമുല്ലാഹ് എന്ന് ഇവൻ കേട്ട് കഴിഞ്ഞാൽ ഇവൻ തുമ്മിയവൻ യഹ്ദികുമുല്ലാഹ് യുസ്ലിഹ് ബാലക്കും എന്ന് പറയണം. എന്നാൽ അത് ഫർള് ഐനാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, അഥവാ അള്ളാഹുവിനെ ഒരാൾ സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ അള്ളാഹു തആല നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അപ്പോ തുമ്മിയൻ പറയും യഹ്ദികുമുല്ലാഹ്, അള്ളാഹു തആല നിന്നെ ഹിദായത്തിലാക്കട്ടെ, യുസ്ലിഹ് ബാലക്കും, നിന്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല ദൂരീകരിച്ചു തരട്ടെ. അപ്പോ ശരീരത്തിൽ സംഭവിക്കുന്ന ചെറിയൊരു പ്രവർത്തനങ്ങൾ പോലും മനുഷ്യബന്ധങ്ങളെയും വിശ്വാസികൾക്കിടയിലുള്ള ഹൃദയബന്ധങ്ങളെയും സ്നേഹബന്ധങ്ങളെയും ഊട്ടിയുറപ്പിക്കാൻ ഉപയോഗിക്കണമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.